ഇപ്പോൾ സ്ഥലം കൗൺസിലർ സതീശൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സതീശൻ, അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്നു. ബസ് ഉയർത്തിയെടുക്കാൻ ഇനി എത്ര സമയമെടുക്കും? ഒരു മണിക്കൂറിനകം ബസ് കയറ്റാനുള്ള പരിശ്രമത്തിലാണോ? ഇവിടെ രോഗി നമ്മള് മുറിവ് പറ്റിയവരെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 7 പേരാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത്. കുറച്ചുപേരെ അവിടെ നിന്ന് തന്നെ നേരിട്ട് ഡയറക്റ്റായി മെഡിക്കൽ കോളേജിൽ വിട്ടിട്ടുണ്ട്. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി വന്നിട്ട് പോയിട്ട് 35-37 പേർക്കകമാണ്. അതിൽ 7 പേരെ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും റെഫർ ചെയ്ത് അയച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ ഇപ്പം കുഴപ്പമില്ല. ഒരു മരണപ്പെട്ട ആളുടെ ബോഡി ഇവിടെ തന്നെ ഉണ്ട്. അന്നേരം ഒരു ബോഡി ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി എല്ലാവർക്കും മതിയായ ചികിത്സ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സും നേഴ്സും മരുന്നും എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ബസ്സിന് ഇന്ധന ചോർച്ചയുണ്ട് എന്ന് സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നു. അത് പരിഹരിക്കാൻ സാധിച്ചുവോ? അത് ഞങ്ങളിപ്പം നെടുമങ്ങാട് ഹോസ്പിറ്റലിലാണുള്ളത്. ഇവിടെ പരിഹരിക്കാനുള്ള പരിശ്രമത്തിലാണോ? അവിടെ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? ബസ്സിൽ പരിക്ക് ഉണ്ടായിരുന്നതിൽ ഭൂരിഭാഗം പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. നിസ്സാരമായും സാരമായുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അതിൽ ഉടന്നു കൊണ്ടുപോയ ഒരു 8-10 പേർക്ക് സാരമായ പരിക്കുകളുണ്ട്. ഗുരുതരാവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിൽ ആരുമില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസം. ഈ മരിച്ച സ്ത്രീയെ തിരിച്ചറിയാൻ സാധിച്ചുവോ? തിരിച്ചറിയാൻ സാധിച്ചു. ഡാളി എന്ന് പേരുള്ള 60 വയസ്സുള്ള ആളാണ്. ആണോ? ഈ അപകടത്തിൽപ്പെട്ടവരെല്ലാം ഈ പരിസരവാസികളാണോ? ഈ പെരിങ്കടവിള സ്കൂളിലെ കുട്ടികളാണെന്ന് പറയപ്പെടുന്നു. അല്ലല്ല, പരിസരവാസികളാണ്, കുട്ടികളല്ല, സ്കൂളിലെ കുട്ടികളല്ല. അവരുടെ ബന്ധുമിത്രാദികളും കുട്ടികളും കൂടെ ഉണ്ടോ എന്നുള്ളത്. സ്കൂളിൽ നിന്ന് പോയ സംഘമല്ല? അല്ല. എവിടെ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടായ്മയുടെ ഭാഗമായി പോയവരാണോ? ആവാനാണ് സാധ്യത. പക്ഷേ 2 സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ നേരെ കീഴാറ് പെരിങ്കടവിള ഭാഗത്തുള്ളവരാണ്. അവിടെ നിന്ന് തുടങ്ങുന്ന വഴിയാണ്, അവർ കൊടൈക്കനാലിൽ പോകുന്ന വഴിയാണ്. 40-45 കിലോമീറ്റർ പിന്നിട്ട് പോയാണ് ഈ അപകടം നടന്നത്. എന്താണ് ഇനി അടുത്തൊരു നീക്കം? ഇനി ബസ് ഉയർത്തുക എന്നുള്ളതാണ് അടുത്ത നീക്കം. ഇവിടെ ഉള്ള എല്ലാവർക്കും മതിയായ ചികിത്സ കൊടുക്കുന്നുണ്ട് താലൂക്ക് ആശുപത്രി. ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും എല്ലാം ഇവിടെയുണ്ട്. ബി സതീശൻ കൗൺസിലറാണ് നമ്മോടൊപ്പം ചേർന്നത്. വളരെയധികം നന്ദി ഈ സമയത്ത് പ്രതികരിച്ചതിന്. തിരുവനന്തപുരത്ത് ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. 60-കാരിയായ ഗ്ലാഡി എന്നു പേരുള്ള സ്ത്രീയാണ് മരിച്ചത്. ആദ്യഘട്ടത്തിൽ വന്ന വിവരം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നായിരുന്നു. എന്നാൽ സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ സംഘമല്ല അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.